വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മള് ഇവരെല്ലാരും വീട്ടിലുള്ള ദിവസം നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. ഇങ്ങനെ കുറേ നേരം വീട്ടിലിരുന്ന് മടുക്കുമ്പോൾ ആമിക്കും റൂമിക്കും ഒക്കെ അല്ലേ. അപ്പൊ നമ്മള് പോവാനൊരു പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നുമില്ല. ചെറിയൊരു ദൂരം ഒരു ഡ്രൈവ് എടുത്ത് വരും, അത്രയും. അതെ. അപ്പൊ എവിടെന്നെങ്കിലും ഒരു കാപ്പിയൊക്കെ കുടിക്കണം. പിന്നെ ഇവർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. സ്നാക്സ് ഒക്കെ ഇവരെങ്ങനെ ഇരുന്ന് കഴിച്ചത് ദിവസം 1-2 ദിവസമൊക്കെ ആമിക്ക് കളക്ടർ അവധി പറഞ്ഞതുകൊണ്ട് 2 ദിവസമായിട്ട് 2-3 ദിവസമായി അല്ലേ സ്കൂളിലായിട്ട്. മഴ ദിവസം വർക്കിംഗ് ഡേ, പിന്നീട് സാറ്റർഡേ, ഇനിയിപ്പോ നാളെ സൺഡേ, അപ്പൊ 4 ദിവസമായില്ലേ. 4 ദിവസമായി. പിന്നെ ഇപ്പൊ എന്തായാലും തിങ്കളാഴ്ച മുതൽ ഇതാണ് കാലാവസ്ഥ എന്നുണ്ടെങ്കിൽ എന്താണേലും ഉണ്ടാവില്ല. ഇല്ല, ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉണ്ടാവും അങ്ങനെ. അപ്പൊ എന്തായാലും കുറച്ച് സ്നാക്സ് വാങ്ങിക്കണം. സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് വാങ്ങിക്കാനുണ്ട്. പിന്നെ സൺഡേ ഒരു കാരണമാണ്. പിന്നെ ഇവർക്ക് അല്ലാതെ ഇവര് കഴിച്ച് സൺഡേ ഒക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ കഴിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയല്ലേ പാപ്പു. കഴിക്കലും കറങ്ങലും അതാണ് ഇവരുടെ രണ്ടുമാണ് പരിപാടി. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളിതാ പയ്യെ ഇറങ്ങിയാണ്. നമ്മളിങ്ങനെ നോക്കാം. മഴയൊന്നും ഇല്ല ഇപ്പം, ഇനി മഴ പെയ്യോന്ന് അറിയില്ല അല്ലേ. അപ്പം ഗൈസ് നമ്മള് മീനങ്ങാടിയാണ് പോകുന്നത് അല്ലേ. അവിടെ വാൾനട്ടിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങക്ക് മേടിക്കാം സാധനങ്ങളൊക്കെ. അവിടെ എന്തെങ്കിലും സ്നാക്സും മേടിക്കാം, ചായ അവിടെ തന്നെ കുടിക്കാം. ചായ വീട്ടിലുണ്ടാക്കൂല എന്നാ തോന്നുന്നു. വീക്കെൻഡില് നമ്മള് വീട്ടില് ചായ ഉണ്ടാക്കാറില്ല അല്ലേ. അല്ലാത്ത ദിവസം ഉണ്ടാക്കാറുള്ളൂ. എല്ലാ ദിവസവും ഇപ്പൊ വീക്കെൻഡ് എന്നാ പറയണേ. അങ്ങനെയൊന്നല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഇന്ന് 2 ദിവസമായിട്ടല്ലേ. ഇന്നലെ നമ്മൾ പൊന്നുമശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടന്റ് ആണ് മെയിനായിട്ട്. ഇതൊക്കെ കണ്ടന്റ് വേണം. അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാ ദിവസവും ചായ കുടിക്കാം. അതെ. അപ്പൊ പാപ്പ ഒന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ പറയാനായിട്ടില്ല. ഓക്കെ, നമുക്കപ്പൊ പോയിട്ട് കാപ്പിയൊക്കെ കുടിക്കാം അല്ലേ. അവിടെ നിന്ന് കാണാം. ബൈ പറയണ്ട, അപ്പൊ കാണിക്കാം. ഓക്കെ. നമ്മളിതാ വാൾനട്ടിലേക്ക് ചോക്ലേറ്റ് പോപ്സ്. പാപ്പനെന്താ വേണ്ടേ? ആമിണ്ടാ. അമ്മക്ക് കോഫിയാണോ? വേണ്ട അല്ലേ. ഇവിടെ നല്ല കേക്കൊക്കെ ഉണ്ടാവും. ബോക്സ് അല്ല, അത് കേക്കിൻ്റെ ആണ്. നമ്മൾ കേക്ക് വാങ്ങിക്കൂലേ, അതിൻ്റെ ബോക്സ് അത്. റെഡ് കളർ. ഓക്കെ, അത് വാങ്ങിക്കാട്ടോ. കുക്കി ഉണ്ട്, പിന്നെ ഇതാ കേക്ക് ഉണ്ട്, ക്രഞ്ച് ഉണ്ട്. വേറെന്താ? നട്ടി കോർണർ, ഡബിൾ ചോക്ലേറ്റ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പാപ്പന് എന്താ ഇഷ്ടം? കുക്കികളാണ്. കുക്കി ഏത് എനിക്കിഷ്ടം? ചോക്ലേറ്റ് ചിപ്പ്. ചോക്ലേറ്റ് കേക്ക് അല്ലല്ലോ പാപ്പു പറഞ്ഞ. പിന്നെന്താ സ്നാക്സ് എന്താ ഉണ്ടാവുക? പപ്സ് ആണോ? ചായ. പാപ്പന്റെ കോഫി.
അപ്പൊ 2 പിന്നെ ലോലിപോപ്പ് ഉണ്ട്. മോട്ടർ നിൽക്കില്ല. പിന്നെ വെള്ളം ഇല്ല. കടിക്കുമ്പോ കേക്കാണ്. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാണ്. ഇല്ലല്ല പ്രശ്നം. ഇഷ്ടപ്പെട്ടോ? ഇത് ഇവരുടെ ബനാന പഫ്സ്. ഇവിടെ എഗ് പഫ്സ് ഉണ്ടാവില്ല. ചൂടുണ്ടാവാ. നിനക്ക് കോഫി വാങ്ങിയിട്ടുണ്ട്, അതെന്താ കുടിക്കാതെ? എന്താ കോഫി? ചൂടുണ്ടാവും. ചൂട് നോക്കണേ. എങ്ങനെയുണ്ട്? ഓക്കെ. ആ സ്റ്റിക്ക് കുത്തിപ്പോറേ. ഇത് ആൽമണ്ട് ബിസ്ക്കറ്റ്, ആൽമണ്ട് കുക്കി. അധികം സ്വീറ്റ് ആയിരിക്കില്ല. സ്നാക്സ് എന്താ വാങ്ങണ്ടേ? ബ്രെഡ് ഉണ്ടാവും, ബ്രെഡ് വാങ്ങിക്കാം, മിൽക്ക് റസ്ക് ഉണ്ടാവും, നുറുക്ക് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാപ്പനെന്താ വേണ്ടേ? ബ്രെഡ് ഇഷ്ടമാണോ? പിന്നെ ഇവിടുത്തെ മുറുക്കാണ് മെയിൻ പാപ്പ. വെള്ളിമാന്റെ നൊസ്റ്റാൾജിയ കൊണ്ടു നടക്കുന്നത് പാപ്പുമാണ്. പാപ്പുനും വെള്ളിമാക്കും ഇഷ്ടം ലൈം കുടിക്കും. വെള്ളിമാക്ക് ഇഷ്ടമുള്ള ലൈമ് പാപ്പുനും ഇഷ്ടമാണ്. വെള്ളിമാക്ക് ഇഷ്ടമുള്ള മുറുക്ക് പാപ്പനും ഇഷ്ടമാണ് അല്ലേ? പാമ എടുത്ത സ്നാക്സ് ഒക്കെ ആട്ടോ. പിന്നെന്താ? ഓക്കെ. ഇവിടെ ബ്രെഡൊന്നും ഇല്ല അല്ലേ? ബ്രെഡ് ഉണ്ടായിരുന്നു. നിലാവഞ്ചി തുഴഞ്ഞെത്തുന്നോട്ടാണ്. കഴിഞ്ഞില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഒരു കാപ്പിയൊക്കെ കുടിച്ചതാ. നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ ബൈ.